ആദ്യമായി തന്നെ ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മീര. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. 10 വർഷമായിട്ട് UAE വർക്ക് ചെയ്യുന്നു. 2024 ഏപ്രിൽ 23-ാം തീയതി ഞാൻ റിസൈൻ ചെയ്തു. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2023 ജൂലൈ 27-ാം തീയതി എൻ്റെ ഹോസ്പിറ്റൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. അപ്പം ഞാൻ അവിടെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പം എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂ ചെയ്ത ആ ഡിപ്പാർട്ട്മെൻറ്റ് എത്രയും പെട്ടെന്ന് എന്നെ എടുക്കാൻ റെഡിയായിരുന്നു. പക്ഷേ എൻ്റെ വാർഡിലുള്ള മാനേജർ പറഞ്ഞു 3 മാസം കഴിയാതെ എന്നെ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു 1 മാസം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 4 മാസമായി, 5 മാസമായി, 6 മാസമായി, 7 മാസമായി. അവരെന്നെ വിട്ടില്ല. എൻ്റെ കാരണം കൊണ്ടല്ലാണ്ട് എന്നെ വിടാതെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് പകരം അവിടെ വേറെ ആൾക്കാരെ എടുത്തു. അപ്പം പിന്നെ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയ കാര്യം വരും, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. കാരണം ഞാൻ ഇത്രയും നാൾ ഞാൻ കാത്തിരുന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു പോകുന്നത്. അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഇൻ്റർവ്യൂ പാസ്സായിട്ട് എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റാണ്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടം വന്നു. അങ്ങനെ ഭയങ്കര കരച്ചിലായിട്ട് എനിക്ക് അവിടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, റിസൈൻ ചെയ്ത് നാട്ടിൽ പോയി 2 മാസം ഒരു ബ്രേക്കൊക്കെ എടുത്ത് വന്ന് വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. തിരിച്ച് ജൂൺ 25-ാം തീയതി വീണ്ടും UAE പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യൂട്യൂബിലെ കൃപാസനത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ട് അച്ഛൻ്റെ ധ്യാനം എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത്. ജൂലൈ 14, 2024 ആദ്യമായിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ഡ്യൂട്ടി വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാര്യം എനിക്ക് എൻ്റെ കുഞ്ഞിനെ വെച്ച് നൈറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ നിയോഗം അതായിരുന്നു. അങ്ങനെ ഞാൻ ആ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഈ നഷ്ടപ്പെട്ടു പോയ ജോലിനെ പറ്റി എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്നാ ദൈവമേ എനിക്കിങ്ങനെ കാണിച്ചു തരുന്നേ, ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയതുകൊണ്ടാണല്ലോ എന്നോർത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 4 മാസം ഗ്യാപ്പൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറാം. അത് കഴിയുമ്പോഴത്തേക്കും എവിടെന്നെങ്കിലും മാതാവ് എനിക്ക് തരുമെന്ന് വിചാരിച്ച് അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടുത്തെ ഇൻ്റർവ്യൂ സെലക്ട് ചെയ്തു. അപ്പം അവർക്ക് റെഫറൻസ് വേണമെന്ന് പറഞ്ഞ് എൻ്റെ പഴയ ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആ പോസ്റ്റിൽ കയറായിരുന്നു, അവിടെ ഇപ്പം വേക്കൻസി ഉണ്ടായിരുന്നു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സ് പറഞ്ഞു അവിടെ ആ ഹോസ്പിറ്റലിൽ പോയി ആ മാനേജറുടെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി മാനേജറുടെ അടുത്ത് സംസാരിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു ഇവിടെ ഇപ്പോൾ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് പറഞ്ഞു വേക്കൻസി ഇല്ല, 2 പേരെ എടുത്തു, അവരെ ഹോൾഡ് ചെയ്തിരിക്കുവാണ്. അവസാനം എന്നോട് പറഞ്ഞു ഒരു കാര്യം എംപ്ലോയി നമ്പറും CV-യും തരാൻ പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. എൻ്റെ ആ മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ 1 മാസത്തെ സമയമുണ്ട്. അപ്പം ഞാൻ ഓർത്തി നാട്ടിൽ വന്ന് എനിക്ക് ഓഫ്ലൈനായിട്ട് ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ സെപ്റ്റംബർ 7-ാം തീയതി നാട്ടിൽ വന്നു. സെപ്റ്റംബർ 11 ചൊവ്വാഴ്ച ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത നിയോഗത്തിൽ ഞാൻ ആ ജോലിയെ പറ്റി ഒന്നും വെച്ചില്ല. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ജോലി വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നിൽ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ ഒന്നെങ്കിൽ എനിക്ക് ആ നഷ്ടപ്പെട്ടു പോയ ജോലി എനിക്ക് തിരിച്ചു തരണം. അത് കിട്ടില്ലെന്ന് എനിക്കറിയാം, കാരണം ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ച് കയറാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു. തിരിച്ചു പോയി. ഒരു ചൊവ്വാഴ്ച ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിറ്റത്തെ ചൊവ്വാഴ്ച ആ പഴയ ഹോസ്പിറ്റലിൽ HR എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു ബുധനാഴ്ച നിനക്ക് മൈക്രോസോഫ്റ്റ് ടീംസ് വഴി ഓൺലൈനിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിറ്റത്തെ ചൊവ്വാഴ്ച എനിക്ക് അവിടുന്ന് ഓഫർ ലെറ്ററും കാര്യങ്ങളും വന്നു. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ അവിടുന്ന് കണ്ണുനീരോടുകൂടി ഞാൻ ഇറങ്ങി ആ സ്ഥലത്ത് തന്നെ ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ആ സെയിം പൊസിഷനിലും മാതാവ് എനിക്ക് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഓഫ്ലൈനായിട്ട് ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ അമ്മ മാതാവ് എനിക്ക് ആ നഷ്ടപ്പെട്ടു പോയ ജോലി എനിക്ക് തിരിച്ചു തന്ന് എന്നെ അനുഗ്രഹിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ ഇവിടെ നിന്ന് പോയപ്പോൾ ഞാൻ 3 കെട്ട് പത്രം മേടിച്ചിട്ടാണ് പോയത്. 1 കെട്ട് എനിക്ക് UAE കൊണ്ടുപോകാനും 2 കെട്ട് ഞാൻ ഇവിടെ കൊടുത്ത് തീർത്തു. കാരുണ്യ പ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെയും മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ എല്ലാവർക്കും
പൈസ കൊടുത്ത് സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ ഉടമ്പടി എടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആഴ്ചയിൽ ഒരിക്കലൊക്കെ പള്ളിയിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന ഞാൻ എല്ലാ ദിവസവും ഈ നാട്ടിൽ വന്നിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോയി 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നു. ദിവസവും അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ കൂടാൻ തുടങ്ങി. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ മാതാവ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും ഉപേക്ഷിക്കത്തില്ലെന്ന് എൻ്റെ ഈ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയാം. നിങ്ങൾക്കെല്ലാം എൻ്റെ നടക്കാത്ത കാര്യം അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അമ്മ മാതാവ് നിങ്ങൾക്ക് നടത്തി തരും. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പുറപ്പാട് 33